നമസ്കാരം. സൗരയൂഥത്തിലെ 6 പ്രധാന ഗ്രഹങ്ങൾ ഒരേ ഭാഗത്ത് ദൃശ്യമായി നിരന്നു നിൽക്കുന്ന അപൂർവ പ്രതിഭാസമായ പ്ലാനറ്ററി പരേഡ് ഫെബ്രുവരി 28-ന് ആകാശത്ത് കാണാനാകുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറൻ ആകാശത്ത് ഏകദേശം അരമണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ വരെ നീളുന്ന ചെറിയ സമയം മാത്രമേ ഈ വിസ്മയം വ്യക്തമായി കാണാനാകൂ. കാലാവസ്ഥ അനുകൂലമായാൽ പ്രകാശം കുറവുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും ഈ ദൃശ്യത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആസ്വദിക്കാനാകുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ ആകാശ പരേഡിൽ പങ്കുചേരുന്ന ഗ്രഹങ്ങൾ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള മെർക്കുറി, സന്ധ്യാസമയത്ത് ഏറ്റവും തിളക്കത്തോടെ കാണപ്പെടുന്ന വീനസ്, വലിപ്പത്തിലും പ്രകാശത്തിലും ശ്രദ്ധേയനായ ജൂപ്പിറ്റർ, വളയങ്ങളാൽ പ്രശസ്തനായ സാറ്റേൺ, ദൂരസ്ഥനായ നീല പച്ച വർണ്ണത്തിലുള്ള യുറാനസ്, അതിലും അകലെയുള്ള ഗഹനമായ നെപ്റ്റ്യൂൺ എന്നിവ ഉൾപ്പെടുന്നു. ഇവയൊക്കെയും ആകാശത്തിലെ ഒരേ ദിശയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ പ്രതിഭാസത്തിന്റെ പ്രത്യേകത. എന്നാൽ ഒരേ നിരയിൽ എന്നത് ഭൂമിയിൽ നിന്ന് കാണുന്ന ദൃശ്യമാണെന്നും യഥാർത്ഥത്തിൽ ഇവ ഒരേ വരിയിൽ കൃത്യമായി ചേരുന്നില്ല എന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. സാധാരണയായി ഗ്രഹങ്ങൾ ഓരോന്നും വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലൂടെ സൂര്യനെ ചുറ്റുന്നതിനാൽ ഒരേ സമയത്ത് ഒരേ ആകാശഭാഗത്ത് കാണപ്പെടുന്നത് അപൂർവമാണ്. ഭൂമിയുടെ ഭ്രമണവും ഗ്രഹങ്ങളുടെ സ്ഥിതി വിവരണങ്ങളും ഒന്നു ചേരുമ്പോഴാണ് ഇത്തരമൊരു ദൃശ്യപ്രതിഭാസം ഉണ്ടാകുന്നത്. അതിനാലാണ് ഇതിനെ പരേഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ദിശയിൽ നിരന്നു നിൽക്കുന്ന പ്രകാശബിന്ദുക്കളുടെ ആകാശയാത്ര, പ്രത്യേകിച്ച് വീനസും ജൂപ്പിറ്ററും വളരെ തിളക്കമുള്ളതിനാൽ ആദ്യം കണ്ണിൽപ്പെടുക ഇവയായിരിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം ആകാശം മുഴുവനായി ഇരുണ്ടു തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിരീക്ഷണം ആരംഭിക്കണം. വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നഗ്നനേത്രങ്ങൾ കൊണ്ട് വീനസ്, ജൂപ്പിറ്റർ, സാറ്റേൺ എന്നിവ വ്യക്തമായി കാണാനാകുമെന്നതാണ്. മെർക്കുറി സൂര്യനോട് വളരെ അടുത്തായി പ്രത്യക്ഷപ്പെടുന്നതിനാൽ അത് കാണാൻ വ്യക്തത ആവശ്യമാണ്. കെട്ടിടങ്ങളോ മലനിരകളോ ദൃശ്യം തടസ്സപ്പെടുത്താതിരിക്കണം. യുറാനസും നെപ്റ്റ്യൂണും ദൂരെയുള്ള ഗ്രഹങ്ങളായതിനാൽ ബൈനോക്കുലർ അല്ലെങ്കിൽ ചെറിയ ടെലസ്കോപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ വ്യക്തമായി കാണാൻ കഴിയൂ. സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിച്ചിട്ട് ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെയാണ് ഏറ്റവും അനുയോജ്യമായ സമയം. ആകാശം പൂർണ്ണമായും ഇരുണ്ട ശേഷം മെർക്കുറി കാണാനാവാതെ പോകും. അതിനാൽ വൈകാതെ നിരീക്ഷണം ആരംഭിക്കണം. ചരിത്രപരമായി ഇത്തരം ഗ്രഹസമ്മേളനങ്ങൾ പലപ്പോഴും മനുഷ്യരിൽ ഭക്തിയും ഭയവും കൗതുകവും സൃഷ്ടിച്ചിട്ടുണ്ട്. പുരാതന സംസ്കാരങ്ങൾ ഗ്രഹനിരകളെ ദൈവസൂചകങ്ങളായി കണക്കാക്കിയിരുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രം ഇത് സ്വാഭാവികമായ ഭ്രമണഗതിയുടെ ഫലമാണെന്ന് വിശദീകരിക്കുന്നു. എങ്കിലും ശാസ്ത്രീയ വിശദീകരണം അറിയുമ്പോഴും ആകാശത്തിൽ ഒരേ സമയം നിരവധി ഗ്രഹങ്ങളെ കാണുന്ന അനുഭവം അത്ഭുതകരമാണ്. ഫോട്ടോഗ്രഫി പ്രേമികൾക്കും ഇത് ഒരു സുവർണ അവസരമാണ്. ട്രൈപോഡും നീണ്ട എക്സ്പോഷർ സൗകര്യമുള്ള ക്യാമറയും ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ ചിത്രം പകർത്താം. മൊബൈൽ ഫോണുകൾക്ക് പോലും ഇത് നൈറ്റ് മോഡ് സംവിധാനങ്ങൾ ലഭ്യമാകുന്നതിനാൽ സാധാരണ ജനങ്ങൾക്കും ഈ കാഴ്ച പകർത്താനാകും. എന്നാൽ സുരക്ഷിതത്വം പ്രധാനമാണ്. സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുന്നതിന് മുൻപ് നേരിട്ട് സൂര്യനെ നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള 6 ഗ്രഹങ്ങളുടെ ദൃശ്യ സമ്മേളനം പതിവായി സംഭവിക്കാറില്ല. ചില വർഷങ്ങളിൽ ഒരിക്കൽ ചെറിയ ഗ്രഹസമ്മേളനങ്ങൾ ഉണ്ടായാലും 6 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് ദൃശ്യമാകുന്ന അവസരം അപൂർവമാണ്. അതിനാൽ ഈ ഫെബ്രുവരി ആകാശ നിരീക്ഷണ പ്രേമികൾക്ക് പ്രത്യേകമായി ഇഷ്ടമുള്ള ഫെബ്രുവരിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.